ഫേമസ് യൂട്യൂബർ, ഓൺട്രപ്രണർ, ബെസ്റ്റ് സെല്ലിംഗ് ഓതർ ഇതൊക്കെ ആയിട്ടുള്ള അൻകൂർ വാരിക്കു റീസെൻ്റ് ആയിട്ട് പുറത്തിറക്കിയിട്ടുള്ള എല്ലാ യങ്സ്റ്റേഴ്സും എസ്പെഷ്യലി 20s എല്ലാ യങ്സ്റ്റേഴ്സും നിർബന്ധമായിട്ടും വായിച്ചിരിക്കേണ്ട ഒരു പുസ്തകമാണ് ഇന്ന് നമ്മൾ പരിചയപ്പെടുന്നത്, മേക്ക് എപ്പിക് മണി. സോ ദാറ്റ്സ് അവർ ടുഡേയ്സ് വീഡിയോ, ദി റിവ്യൂ ഓഫ് മേക്ക് എപ്പിക് മണി ബൈ അൻകൂർ വാരിക്കു. സോ ഇതാണ് നമ്മൾ പറഞ്ഞ ബുക്ക്, മേക്ക് എപ്പിക് മണി എന്ന് പറഞ്ഞിട്ടുള്ളത്. ഈ ഒരു പുസ്തകത്തിൻ്റെ പേര് സൂചിപ്പിക്കുന്ന പോലെ തന്നെ മണി അല്ലെങ്കിൽ പേഴ്സണൽ ഫൈനാൻസിനെ പറ്റിയിട്ടാണ് ഈ ഒരു പുസ്തകം മെയിൻലി സംസാരിക്കുന്നത്. എല്ലാ വ്യക്തികളും എസ്പെഷ്യലി 20s അല്ലെങ്കിൽ 30s നിൽക്കുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ നിർബന്ധമായിട്ടും അറിഞ്ഞിരിക്കേണ്ട ഒരുപാട് ഫൈനാൻഷ്യൽ ടേംസും ഒരുപാട് ഫൈനാൻഷ്യൽ ആയിട്ടുള്ള കാര്യങ്ങളും ഒക്കെ വളരെ സിമ്പിളായിട്ട് എഴുതിയിട്ടുള്ള ഒരു പുസ്തകമാണ് മേക്ക് എപ്പിക് മണി എന്ന് പറയുന്നത്. എന്താണ് ക്യാഷ്? നമ്മളെല്ലാവരും ഉപയോഗിക്കുന്ന ഈ ഒരു പേപ്പറിന് ഇത്രത്തോളം വാല്യൂ നമ്മൾ കൊടുക്കാനുള്ള റീസൺ എന്താണ്? ഈ ഒരു പൈസ എങ്ങനെ നമുക്ക് ഏൺ ചെയ്യാം? എന്താണ് ഇൻവെസ്റ്റിംഗ്? എന്താണ് ട്രേഡിംഗ്? എന്താണ് ഇൻഷുറൻസ്? നമ്മൾ ഇൻഷുറൻസ് എടുക്കുന്നതിൻ്റെ ഇമ്പോർട്ടൻസ് എന്തൊക്കെയാണ്? എന്താണ് എമർജൻസി ഫണ്ട്? അങ്ങനെ തുടങ്ങിയിട്ടുള്ള ഒരുപാട് പേഴ്സണൽ ഫൈനാൻസ് റിലേറ്റഡ് ആയിട്ടുള്ള ഒരുപാട് കാര്യങ്ങളാണ് ഇദ്ദേഹം അൻകൂർ വാരിക്കു നമ്മളോട് ഈ ഒരു പുസ്തകത്തിലൂടെ വളരെ സിമ്പിളായിട്ട് സംസാരിക്കുന്നത്. മറ്റു പല നമ്മുടെ മാർക്കറ്റിൽ ഒരുപാട് ഫൈനാൻഷ്യൽ റിലേറ്റഡ് ബുക്സ് നമുക്ക് അവൈലബിൾ ആണ്. ആ ബുക്സിൽ നിന്നും ഈ ഒരു ബുക്കിനെ വ്യത്യസ്തമാക്കുന്ന വേറെ ഒന്നുമല്ല, ബാക്കി എല്ലാ ഫൈനാൻഷ്യൽ റിലേറ്റഡ് ആയിട്ടുള്ള പുസ്തകങ്ങൾ എടുത്തു നോക്കിയാലും വളരെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഒരുപാട് ടേംസും കാര്യങ്ങളും യൂസ് ചെയ്തിട്ടാണ് അതിൽ പറയുന്നത്. എന്നാൽ ഈ ഒരു പുസ്തകം എന്ന് പറയുന്നത് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ വളരെ സിമ്പിൾ ആയിട്ടും എല്ലാ ആൾക്കാർക്കും പെട്ടെന്ന് വായിച്ചാൽ മനസ്സിലാവുന്ന രീതിയിലാണ് അദ്ദേഹം ഈ ഒരു പുസ്തകത്തിൽ എഴുതിയിട്ടുള്ളത്. നമ്മളപ്പോൾ ഉള്ള സാധാരണക്കാർക്ക് മനസ്സിലാകാൻ വേണ്ടി വളരെ പോയിന്റ് വൈസ് ആയിട്ടും അതുപോലെ തന്നെ ടേബിൾസുകളും കാര്യങ്ങളൊക്കെ വെച്ചിട്ടാണ് അദ്ദേഹം ഈ ഒരു പുസ്തകം വളരെ സിമ്പിൾ ആയിട്ട് എഴുതിയിട്ടുള്ളത്. ഈ ഒരു പുസ്തകത്തിന് മറ്റൊരു പ്രത്യേകത പറയുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു പുസ്തകത്തിൽ ഓരോ ചാപ്റ്റേഴ്സും അല്ലെങ്കിൽ ഇമ്പോർട്ടൻറ്റ് ചാപ്റ്റേഴ്സ് കഴിഞ്ഞാൽ ഇതിൽ ഓരോ QR കോഡുകൾ കൊടുത്ത് കാണാം. QR കോഡുകൾ എന്താണെന്ന് വെച്ചാൽ ഒരുപാട് ഫൈനാൻഷ്യൽ ടൂൾസ് ആണ് ആ ഒരു QR കോഡിൽ അദ്ദേഹം കൊടുത്തിട്ടുള്ളത്. ആ ഒരു QR കോഡ് നമ്മൾ സ്കാൻ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ വേറൊരു പേജ് അല്ലെങ്കിൽ നമ്മളൊരു എക്സൽ ഷീറ്റ് എന്തെങ്കിലും ഓപ്പൺ ആവും. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ അതിൽ ഒരു QR കോഡ് കൊടുത്തത് എന്താണെന്ന് വെച്ചാൽ നമ്മളൊരു വീട് വാങ്ങുന്നതാണോ അല്ലെങ്കിൽ ഒരു വീട് റെൻറ്റ് ചെയ്യുന്നതാണോ നമുക്ക് ഏറ്റവും ബെനിഫിറ്റ് അല്ലെങ്കിൽ നമുക്ക് ഏറ്റവും ലാഭം എന്നുള്ളൊരു കോൺസെപ്റ്റ് ഉണ്ട്. അതായത് നമ്മൾ പൈസ കൊടുത്ത് വീട് വാങ്ങുന്നതാണോ നമ്മൾ റെൻറ്റ് ചെയ്യുന്നതാണോ നല്ലതെന്നുള്ളത്. സോ അത് നമുക്ക് ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു QR കോഡ് ഇതിലുണ്ട്. ആ QR കോഡ് നിങ്ങൾ സ്കാൻ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഒരു പേജ് ഓപ്പൺ ആവും. ആ പേജിൽ നിങ്ങൾ കുറച്ച് ഡീറ്റെയിൽസ് അടിച്ചു കൊടുത്താൽ നിങ്ങൾക്ക് നിങ്ങളെ പേഴ്സണൽ കാര്യങ്ങൾ അടിച്ചു കൊടുത്താൽ അതിൽ മനസ്സിലാവും നിങ്ങൾക്ക് ഒരു വീട് വാങ്ങുന്നതാണോ ഒരു വീട് റെൻറ്റ് ചെയ്യുന്നതാണോ ലാഭം എന്നുള്ളത് മനസ്സിലാവും. ഇങ്ങനെയുള്ള ഒരുപാട് ഫൈനാൻഷ്യൽ ടൂൾസ് ഇദ്ദേഹത്തിൽ കൊടുത്തിട്ടുണ്ട്. ഇത് വളരെ ബെനിഫിറ്റ് ആയിട്ടുള്ള സംഭവമാണ്. നിങ്ങളെ പേഴ്സണലി ഒരുപാട് നിങ്ങൾ എന്താക്കുന്നുണ്ട്, ഈ ഒരു ടൂൾസ് കാര്യങ്ങൾ നിങ്ങൾ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഈ ഒരു ബുക്കിലുള്ള ഇൻഡെപ്ത് ആയിട്ടുള്ള ഒരുപാട് ടോപ്പിക്സ് സെപ്പറേറ്റ് വീഡിയോസ് ആയിട്ട് നമ്മൾ ചെയ്യുന്നുണ്ട്. ആ വീഡിയോസ് ഒക്കെ തുടർന്നും ഈ ഒരു ചാനലിൽ വരുന്നുണ്ടാവും. ഈ ഒരു പുസ്തകം നിങ്ങൾ സീരിയസ് ആയിട്ട് നിങ്ങൾ ഇരുന്ന് വായിക്കുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ ഗ്യാരണ്ടി തരാം, നിങ്ങളുടെ ലൈഫിൽ എന്തെങ്കിലും ചെറിയൊരു മാറ്റം നിങ്ങൾക്ക് എന്തായാലും കാണാൻ പറ്റും. ഒരു ബുക്ക് വാങ്ങാനുള്ള ലിങ്ക് എൻ്റെ താഴത്തെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. നിങ്ങൾ എല്ലാവരും ഈ ഒരു ബുക്ക് നിർബന്ധമായിട്ടും വാങ്ങിയിട്ടൊന്ന് വായിക്കാം. ഇതുപോലുള്ള കൂടുതൽ വീഡിയോസിനായി ഡു സബ്സ്ക്രൈബ് ആൻഡ് താങ്ക്സ് ഫോർ വാച്ചിങ്. സീ ഇൻ ദ നെക്സ്റ്റ് വീഡിയോ.